വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ NRC നടപ്പിലാക്കിയത്. നമ്മൾ പറയുന്നുണ്ടല്ലോ ബംഗ്ലാദേശികൾ, കുറെ നുഴഞ്ഞു കയറിയ പാകിസ്ഥാനികൾ ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ NRC എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ? നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനായിട്ടുള്ള സിമ്പിൾ രേഖകളാണ്. ഗവൺമെന്റ് ഓരോ സമയത്തും ഓരോ രേഖകൾ എടുക്കാൻ പറയുമ്പോൾ അട്ട നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇവിടുത്തെ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമല്ലല്ലോ. പക്ഷെ ദീദിക്ക് പ്രശ്നമാണ്. കാരണം ദീദിക്ക് വോട്ട് ചെയ്യുന്നത് ഇവരാണ്. പക്ഷെ NRC നടപ്പാക്കില്ല എന്നൊന്നും ദീദിക്ക് പറയാൻ കഴിയില്ല. പിണറായി വിജയൻ പണ്ട് പറഞ്ഞില്ലേ CAA ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോ കൈയടിച്ച കമ്മികൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അയാൾക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. അപ്പൊ മമതാ ബാനർജിയുടെ ഭീഷണി ഇതാണ്: എന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ NRCക്ക് വേണ്ടി ഞാൻ വിട്ടുതരില്ല. പ്രതിവിധി ഒന്നേ ഉള്ളൂ, മമതാ ബാനർജിയുടെ ഗവൺമെന്റിനെ അങ്ങോട്ട് താഴെ ഇറക്കുക. എന്നിട്ട് അമിത്ഷായ്ക്ക് NRC നടപ്പിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഗവൺമെന്റിനെ ബംഗാളിൽ അധികാരത്തിൽ എത്തിക്കുക. അധികം വികാര പ്രകടനമൊന്നും ഇനി വേണ്ട. നിയമം ലംഘിച്ചുള്ള വികാര പ്രകടനം നിങ്ങളുടെ കുത്തകയായിട്ടൊന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ കോടതി പറഞ്ഞും കഴിഞ്ഞു. എവിടൊക്കെ എന്തൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടന്നിട്ടുണ്ട്. പിണറായി വിജയനെ പോലെ യു-ടേൺ അടിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദീദി വീഴുമോ? അമിത്ഷാ വാഴുമോ? കൊൽക്കത്തയിൽ നടക്കുന്ന എന്താണെന്ന് വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നോ? മമതാ ബാനർജിയുടെ കൊൽക്കത്തയിൽ മമതാ ബാനർജിയും അമിത്ഷായും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP അല്ലെങ്കിൽ NDA വ്യാപകമായിട്ട് ഇങ്ങനെ വികസിച്ച് വരികയാണ്, ഭരണം പിടിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ബീഹാറിലെ കോൺഗ്രസ് MLA-മാര് NDA-യിലേക്ക് ചേർന്നത്. BJP-യിലേക്കല്ല, നിതീഷ് കുമാറിന്റെ പാർട്ടിയിലേക്ക് ചേർന്നത്. അപ്പോൾ പോലും BJP-യിലേക്ക് തന്നെയാണ് ആളുകൾ അധികം വരുന്നത്. എല്ലാ സ്റ്റേറ്റും BJP ഭരിച്ചാൽ മാത്രമേ BJP-യുടേതായിട്ട് കൊണ്ടുവരുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുള്ളൂ എന്നുള്ളത് ജനം മനസ്സിലാക്കിയതിന്റെ ഫലമാണ് ഈ ഒരു റിസൾട്ട്. ബംഗാളിലും ഇതിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നം? പ്രശ്നം തുടങ്ങിയത് SIR നടപ്പിലാക്കാൻ തുടങ്ങിയത് മുതലാണ്. നമുക്കറിയാം, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഏകദേശം ബംഗ്ലാദേശുമായിട്ട് നല്ല രീതിയിൽ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. ബംഗ്ലാദേശികൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് നുഴഞ്ഞു കയറുന്നു. അവിടെ ഇന്ത്യക്കാരെന്ന നിലയിൽ അവർക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൈവശപ്പെടുത്തി ഷെഡൊക്കെ കെട്ടി വലിയ കോളനികൾ രൂപീകരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ വലിയൊരു സീരിയസ് ത്രെട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ കുറെ നാളുകളായിട്ട് ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കലുഷിത ഭൂമിയിൽ നിന്നും അതേ മനസ്സുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ അത് ഇന്ത്യക്കാർക്ക് നല്ല രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിൽ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, SIR നടപ്പിലാക്കി വന്നപ്പോൾ പല സംസ്ഥാനങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് വോട്ടവകാശം ഇല്ലാതായത്. ഇതിൽ ഒരുപാട് പേര് മരിച്ചു പോയവരാണ്, മറ്റുള്ളവർ അഡ്രസ്സ് മാറിപ്പോയവരും, ബാക്കിയുള്ളതൊക്കെ അൺനോണും. ഈ അൺനോണിൽപ്പെട്ട ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള നുഴഞ്ഞു കയറ്റക്കാരാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശികളാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി. കാരണം SIR നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ബംഗ്ലാദേശികൾ കൂടും കുടുക്കെടുത്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരുപാട് കാഴ്ചകൾ ചാനലുകളിലൂടെ നമ്മൾ കണ്ടു. അതിന്റെയൊക്കെ അർത്ഥം ഇവരും ഇവിടെ വോട്ട് ചെയ്തിരുന്നു എന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ SIR ബംഗാളിൽ വന്നപ്പോൾ മമതാ ബാനർജിയെ പേടിപ്പിച്ചൊരു സംഗതി എന്തായിരിക്കും? ഇത് തന്നെയാണ്. ബംഗ്ലാദേശികളുടെ വോട്ട് മമതാ ബാനർജിയുടെ പാർട്ടിക്ക് മാത്രം, തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന വോട്ടുകൾ ഇനി ഇല്ലാതാകുമെന്നും സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ വോട്ട് ചെയ്യാൻ അവകാശപ്പെട്ട ജനങ്ങൾക്ക് വോട്ടവകാശം നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ദീദി ആ കസേരയിൽ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന് അവർക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ടല്ലേ അവർക്ക് ഈ ഭയം. അപ്പൊ SIR താൻ സ്വയമേ പൂരിപ്പിച്ച് നൽകില്ല, അതായത് എന്റെ SIR പോലും ഞാൻ പൂരിപ്പിച്ച് നൽകിയിട്ടില്ല, അങ്ങനെ ഞാൻ ചെയ്യുകയുമില്ല എന്ന രീതിയിലൊക്കെ ഇവർ വീരവാദമൊക്കെ മുഴക്കിയിരുന്നു. ഇവർ SIR പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ എന്താണ്? ഇവർക്ക് വോട്ടവകാശം ഉണ്ടായില്ല, ഇവർക്ക് മത്സരിക്കാനും സാധിക്കില്ല. അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ലീഗലി ഇവിടെ നടക്കില്ല. കോടതിയിൽ പോയാൽ പോലും കോടതി അംഗീകൃതമായി നടക്കുന്ന SIR-ന് ഇങ്ങനെ ഒരു ബഹിഷ്കരണം നടത്തിയതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല. വോട്ടവകാശം വേണമെങ്കിൽ SIR-ൽ പങ്കാളികളാകണം എന്നതാണ് ഇവിടത്തെ നിയമം. എന്നിട്ടും ഇവര് ആ രീതിയിലാണ് ഫസ്റ്റ് ധാർഷ്ട്യം കാണിച്ചത്. രണ്ടാമത് കാണിച്ച ഒരു സംഗതി എന്താണെന്ന് അറിയാമോ? രണ്ടാമത് ED റെയ്ഡ് വന്നപ്പോ, ED റെയ്ഡ് വന്നത് ഐപാക് എന്ന് പറയുന്ന ഈ മമതാ ബാനർജിയുടെ പാർട്ടിയെ PR ചെയ്യുന്ന PR കമ്പനിയിലാണ്. PR എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? സത്യത്തിൽ PR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ടി ചെയ്യുന്ന നല്ല നല്ല പദ്ധതികളും കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, കാശ് മേടിച്ച് വർക്ക് ചെയ്യുന്ന PR സത്യത്തിൽ ഇതിനൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അതിനു പകരം അവര് ഈ രാഷ്ട്രീയ പാർട്ടിയെ വെള്ള പൂശാനും അവര് ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ അത് മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവർ ഈ PR ഉപയോഗിക്കുന്നത്. ചില വ്യക്തികളെ പുകഴ്ത്തി കാണിക്കുക, വ്യക്തികളെ മാത്രം ബൂസ്റ്റ് ചെയ്ത് അവരുടെ പുറകെ ഇങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കുക, എന്നിട്ട് ഇവരെന്തോ വലിയ മനുഷ്യരാണ് അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യൂ എന്ന രീതിയിൽ ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുക. ഇതിലെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ PR-ന് ഗവൺമെന്റിന് തന്നെ പൈസ പോകുന്നുണ്ട്, നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന്. ചില പാർട്ടികളെ വളർത്താൻ നമ്മൾ നികുതി പണം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഐപാക്കിൽ ED റെയ്ഡ് വന്നുകൊണ്ട് ED ഫയലുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത സമയത്ത് മമതാ ബാനർജിയുടെ ഒരു എൻട്രി അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ സിനിമാറ്റിക് കഥകളെ വെല്ലുന്ന രീതിയിൽ ദീദിയുടെ ആ ഒരു എൻട്രി, ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടു. আইপ্যাকের অফিস থেকে যখন রেড চলছে, ইডি রেড করছে, কেন্দ্রীয় বাহিনীর
রক্ষা বাড়ানো হচ্ছে, ফাইল ঢোকানো হচ্ছে। এই মুহূর্তে ফাইল দেখাবো, সারি সারি ফাইল, এত ফাইল কি দিদি উনি তো টিএমসির কেউ না, মানে কাকে বাঁচাতে আপনি এলেন? കണ്ടില്ലേ, ഇ ഡി പിടിച്ചെടുത്ത രേഖകളെല്ലാം തന്നെ എടുത്തുകൊണ്ടുപോകുന്ന മമതാ ബാനർജി. ഇതെന്തോ ഹീറോയിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവർ പറയുന്നത് ഞങ്ങളുടെ PR ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയ രേഖകൾ വരെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊന്നും അമിത്ഷായുടെ ED കയ്യിൽ കിട്ടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ED ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവകാശത്തെ തടഞ്ഞുകൊണ്ട് ഇടപെടുന്നു, രാഷ്ട്രീയ വൈര്യം പോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പബ്ലിക്കായിട്ട് അമിത്ഷാനെ ഒക്കെ വെല്ലുവിളിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കുറെ കണ്ടായിരുന്നു. चुनाव का स्ट्रैटेजी पूरा छीन के लिया, एक क्राइम है। अगर आप हमारे साथ लड़ने नहीं सकते हैं तो अब क्यों हम बंगाल में आते हैं? आप हिम्मत से काम लो, आप लोकतंत्र पुलिस प्रोसेस में जीतो। आप एजेंसी लगा के हमारा पेपर लूट करते हैं, करते लूट बोलते झूठ, हमारा पेपर लूट करते हैं, हमारा स्ट्रैटेजी लूट करते हैं, हमारा डेटा लूट करते हैं, हमारा वोटर लूट करते हैं, हमारा बंगाल को लूट करते हैं, हमारा भाषा को लूट करते हैं। क्या है आप लोगों को लिए भविष्य? इससे और भी खराब होगा। जितना भी सीट आपको मिलना चाहिए था, इससे तो अब जीरो में आ जाएगा। आई एम सॉरी मिस्टर अमित शाह एंड मिस्टर प्राइम मिनिस्टर, प्लीज कंट्रोल योर होम मिनिस्टर। അതിനകത്ത് നരേന്ദ്രമോദിയോട് വരെ മമതാ ബാനർജി പറയുന്നുണ്ട്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കുക. എന്തിനാണ് നിയന്ത്രിക്കേണ്ടത്? ED പോലുള്ള സ്ഥാപനങ്ങളെ ഞങ്ങൾക്കെതിരെ വരാതിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കണമെന്ന്. അങ്ങനെ ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി EDക്കെതിരെ ഇവര് കൊടുത്ത കേസിനെ റദ്ദാക്കുകയും മമതാ ബാനർജിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തത്. മമതാ ബാനർജിയോട് ചോദിച്ചത്, ED റെയ്ഡ് ചെയ്ത് എടുത്തുകൊണ്ടുപോയ രേഖകൾ ബലമായി അവിടെ നിന്നും എടുത്തുകൊണ്ടു പോകാനുള്ള അധികാരം ആരാണ് നിങ്ങൾക്ക് നൽകിയത്? ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് പോലും അങ്ങനെ ഒരു അധികാരമില്ല. കാരണം ED എന്ന് പറയുന്നത് ഇവിടെ നിയമപരമായി ഭരണഘടന അനുശാസിച്ച് കോടതികളുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. ഒരു പരാതി ലഭിച്ചാൽ അവിടെ നിന്നും അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ രേഖകളും എടുക്കാനും പരിശോധിക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്. ഇവർ പറയുന്നത് പോലെ എന്ത് കോൺഫിഡൻഷ്യൽ ആയ രേഖകളാണ് ഒരു പാർട്ടിക്കുള്ളിൽ ഉണ്ടാവേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? പാർട്ടിക്ക് ആരൊക്കെ ഫണ്ട് ചെയ്തു എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു സംഗതി കൊണ്ടുവന്നത്. ഒരു വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കും ഏത് പാർട്ടിക്ക് ആര് എത്ര രൂപ ഫണ്ട് ചെയ്തു. അതിന് ഭയങ്കര എതിർത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ള പിണറായി വിജയൻ അടക്കം ഈ ദീദിയൊക്കെ എന്താണ് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെ ആരൊക്കെയാണ്, എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് പൊതുജനങ്ങൾ അറിയാൻ പാടില്ല അല്ലേ? നിങ്ങൾ ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അതിൽ ഉൾപ്പെടുമോ? അതായത് നിങ്ങൾ അനധികൃതമായി ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചിലരുടെ കയ്യിൽ നിന്ന് പണം പറ്റി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ. MA ബേബി എന്ന് പറയുന്ന CPIയുടെ നേതാവ് 2 ലക്ഷം രൂപ വെള്ളാപ്പള്ളി നേതാവിനോട് കൈപ്പറ്റിയിരുന്നു എന്ന് കുറ്റസമ്മതം നടത്തിയത് ഈ ഇടയ്ക്കാണ്. അതൊന്നും ഇവരെ വാ തുറന്ന് പറയാതെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, നമ്മളെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്യണം, അല്ലാതെ ഇവർക്ക് സ്വകാര്യമായി കിട്ടുന്ന ഈ നേട്ടങ്ങളെ പറ്റിയൊന്നും നമ്മൾ അറിയേണ്ടതില്ല. ഇതാണ് ഇവരുടെ കോൺഫിഡൻഷ്യൽ. 2 ലക്ഷം രൂപ വാങ്ങിയ CPIയുടെ നേതാവിന് ഒരു കാര്യവും വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ? നിയമാനുസൃതം മാത്രം ചെയ്തു കൊടുക്കാനാണെങ്കിൽ എന്തിനാ ഇവർക്ക് പൈസ കൊടുക്കുന്നത്? നിയമാനുസൃതം വെള്ളാപ്പള്ളിക്ക് അങ്ങ് പോയാൽ പോരെ. അപ്പൊ ഇതിലെ ഉള്ളുകളികൾ മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടന്മാരൊന്നുമല്ല നമ്മൾ. അങ്ങനെ നമ്മളെ കാണിക്കാതെ വെച്ചിരിക്കുന്ന ചില കോൺഫിഡൻഷ്യൽ സാധനങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അത്രേ ദീദി അത് പിടിച്ചു പറിച്ചു കൊണ്ടുപോയത്. കപിൽ സിബൽ എന്ന് പറയുന്ന ആളാണ് ദീദിക്ക് വേണ്ടി വാദിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ത്യ വിരുദ്ധരോടൊപ്പം എല്ലാം അയാൾ ഉണ്ടാവും, അത് അങ്ങനെ വരും. ഇതിനു മുമ്പ് ഈ കേസ് കോടതിയിൽ ചർച്ചയായപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ വാട്സാപ്പിൽ നിന്നും തൃണമൂൽ അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ്സിന് ഒരു മെസ്സേജ് പോവുകയാണ്, എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് എത്തുക, അവിടെ ഒരു സംഘർഷം സൃഷ്ടിച്ച് കോടതി നടപടികൾ തടസ്സപ്പെടുത്തി കേസിനെ ഡൈവേർട്ട് ചെയ്യിക്കാം. അതിന്റെ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് EDയുടെ വക്കീല് ഇന്ന് കോടതിയിൽ ചെന്നിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അത് കോടതിക്കകത്ത് പോലും. അന്ന് കോടതി നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു അഡ്വക്കേറ്റ്സിന്റെ ബഹളം കൊണ്ട്. ഈ രീതിയിലാണോ ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്? ഇത് ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ്? എന്താണ് ഇവരെ ഭയപ്പെടുത്തുന്ന യഥാർത്ഥ സംഗതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ജനങ്ങളെ ബാധിക്കുന്നതാണോ അതോ ഈ രാഷ്ട്രീയക്കാരെ ബാധിക്കുന്നതാണോ? കപിൽ സിബൽ കോടതിയോട് പറഞ്ഞത് മമതാ ബാനർജിയുടെ വികാരത്തിന്റെ പുറത്ത് അങ്ങനെ പ്രവർത്തിച്ചു പോയതാ, അതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ കോടതി പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വികാരം വരുന്ന അത്ര നല്ല കാര്യമല്ല. മനസ്സിലായില്ലേ? വികാരത്തിന്റെ പേരിൽ ഏത് നിയമവും ലംഘിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്ന ധൈര്യം ഒരു മന്ത്രിക്ക് കൂടെ വേണ്ട. അതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ കീഴെയാണ് ഇതെല്ലാം. നിയമപരമായി ഇവിടെ ഒരു മനുഷ്യന് ED കൊണ്ടുപോയ രേഖകൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ അധികാരമില്ല. ലിറ്ററലി മോഷണം
എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് കോടതി വിശേഷിപ്പിച്ചത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിയമത്തിന്റെ താഴെയല്ല ഒരു രാഷ്ട്രീയക്കാരനും. ജനാധിപത്യം എന്ന വ്യവസ്ഥിതിക്ക് ഒരു ഭംഗിയുണ്ട്. ജനങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഏതവൻ വന്നാലും അവൻ ഏകാധിപതിയായാൽ ജനം വലിച്ച് താഴെയിടും. ഇതുപോലെ കള്ളത്തരം കാണിച്ച് ഇലക്ഷൻ റദ്ദാക്കിയും ബംഗ്ലാദേശികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു വയ്ക്കാൻ കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കുറച്ചു കാലത്തേക്ക് അതിനുള്ളിൽ സഹികെട്ട ജനം നിങ്ങളെ വലിച്ച് താഴെ ഇട്ടിരിക്കും. ഒരുപാട് അനുഭവങ്ങൾ ഈ സമീപകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ശ്രീലങ്കയൊക്കെ അതിന് വലിയ മാതൃക, നേപ്പാൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇനി ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അമിത്ഷായുമായി വലിയൊരു പ്രശ്നം ഇവർ ഇതിനു മുമ്പ് തുടങ്ങി വെച്ചിട്ടുണ്ട്. CAA വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് ഇവരാണ്. എന്തുകൊണ്ടാണ്? CAA-യോടനുബന്ധിച്ച് NRCയും നടപ്പിലാക്കും. NRC എന്താണ്? നാഷണൽ രജിസ്ട്രേഷൻ. അതായത് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ പൗരന്മാരും പൗരത്വ രേഖ രജിസ്റ്റർ ചെയ്യണം എന്നൊരു സംഗതിയാണ്. ഇത് വലിയ അശാസ്ത്രീയമായ കാര്യമാണ്, അല്ലെങ്കിൽ അനീതിയാണെന്നാണ് ഇവർ പറയുന്നത്. ഏത് രീതിയിലാണ് അനീതിയാവുന്നത്? ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും നാഷണാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അത് ഇന്ത്യയിലല്ല, എവിടെയായാലും ഏത് രാജ്യത്തും അല്ലെ. എന്റെ അവകാശങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് എന്റെ നാഷണാലിറ്റി, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും അനുഭവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അവകാശം ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്റെ പൗരത്വം എന്ന് പറയുന്നത് വാല്യൂബിൾ ആണ്. അത് രേഖകളിലായിരിക്കുന്നിടത്തോളം എനിക്ക് കൂടുതൽ അതിന്റെ പ്രയോജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഇവിടെ നിന്ന് വേറെ ഏത് രാജ്യത്ത് എന്നാലും എനിക്ക് എന്റെ പൗരത്വത്തിന്റെ പ്രയോജനങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. എനിക്കൊരു പ്രശ്നത്തിൽ പെട്ടാലും ഇന്ത്യൻ കോൺസുലേറ്റിനടുത്ത് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ പൗരനായിരിക്കണം. ആ രേഖകൾ എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നാഷണാലിറ്റിക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ NRC നടപ്പിലാക്കിയത്? നമ്മൾ പറയുന്നുണ്ടല്ലോ, ബംഗ്ലാദേശികൾ, കുറെ നുഴഞ്ഞു കയറിയ പാകിസ്ഥാനികൾ ഒക്കെ ഇവിടെ ഉണ്ട്. പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം വന്ന് പാകിസ്ഥാനുകളെല്ലാം ഇവിടെ നിന്ന് വിട്ടോന്ന് പറഞ്ഞപ്പോൾ എത്ര ആളുകളാണ് ഇവിടെ നിന്ന് പോയത്? അതിൽ ഒരുപാട് പേര് ഇന്ത്യക്കാരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരുടെ മക്കൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ NRC എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ? എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് അല്ലാത്തത്? NRC എന്ന് പറയുന്നിടത്ത് നമ്മുടെ പൂർവികരുടെ ഒക്കെ രേഖ കാണിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ കാണിക്കാനായിട്ടൊന്നും ആരുടെയും കയ്യിൽ ഇല്ലെന്നാ പറയുന്നത്. എന്താ ഇല്ലാത്ത? നിങ്ങൾക്കൊന്നും പൂർവികരില്ലേ? ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനായി ഹാജരാക്കണമെന്ന് പറയുന്ന 13 രേഖകളും ഇല്ലാത്ത ആളുകളൊന്നും ഇവിടെ ഇല്ല. അതിലൊന്നോ രണ്ടോ ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. എന്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്തവർ പേടിച്ചാൽ പോരെ. ആരാ ഇല്ലാത്തവർ? ഇല്ലാത്തവർ ഇവിടെ നിൽക്കണ്ടെന്നേ. നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനായിട്ടുള്ള സിമ്പിൾ രേഖകളാണ്. ഗവൺമെന്റ് ഓരോ സമയത്തും ഓരോ രേഖകൾ എടുക്കാൻ പറയുമ്പോൾ അട്ട നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അതൊക്കെ ബുദ്ധിമുട്ടി എടുത്ത ആൾക്കാർ അതിന്റെ പ്രയോജനം അനുഭവിക്കും. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ NRC ബംഗാളിൽ അനുവദിക്കില്ലെന്നാണ് മമതയുടെ നിലപാട്. എന്നാൽ അമിത്ഷാ കർശനമായി പറഞ്ഞു, മാവോയിസ്റ്റുകളെ ഒതുക്കിയതുപോലെ ഈ നുഴഞ്ഞു കയറ്റക്കാരെയും ഒതുക്കും. നുഴഞ്ഞു കയറിയവരാണെന്നുണ്ടെങ്കിൽ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കും. ഇനി തിരിച്ചയക്കാൻ പറ്റാത്തവരെ അഭയാർത്ഥികൾക്ക് വേണ്ട ജയിലുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെന്ററുകളുണ്ട്, അവിടെ കൊണ്ടുപോയി ഇടും. അതാണ് വലിയ പ്രശ്നം. നമുക്കതൊരു പ്രശ്നമല്ലല്ലോ. ഇവിടുത്തെ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമല്ലല്ലോ. പക്ഷെ ദീദിക്ക് പ്രശ്നമാണ്. കാരണം ദീദിക്ക് വോട്ട് ചെയ്യുന്നത് ഇവരാണ്. പക്ഷെ NRC നടപ്പാക്കില്ല എന്നൊന്നും ദീദിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിന് ഈ യൂണിയൻ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നാഷണാലിറ്റി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട, യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. അതൊന്നും സംസ്ഥാന സർക്കാരിന് ഇടപെട്ട് ചെയ്യാൻ പറ്റില്ല. പിണറായി വിജയൻ പണ്ട് പറഞ്ഞില്ലേ, CAA ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച കമ്മികൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അയാൾക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിക്ക് ഇടപെടുന്ന സംഗതിയല്ല പൗരത്വം. മുഖ്യമന്ത്രിയല്ല പൗരത്വം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് റോളൊന്നുമില്ല. ഇവിടെ താമസിച്ചിട്ട് പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ഒരു അന്യ രാജ്യക്കാരനാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റി ഓഫ് പോലീസും അതോറിറ്റികളൊക്കെയാണ് അയാൾ കുഴപ്പക്കാരനല്ല എന്ന രീതിയിൽ സാക്ഷ്യപത്രം കൊടുക്കേണ്ടത്. ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് കാര്യമൊന്നുമില്ല, വെറുതെ കൈയടി കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതാണ് സംഗതി എന്നിരിക്കെ മമത എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? ഇതില് NRC നടപ്പാക്കണമെങ്കിൽ ഇപ്പൊ SIR ചെയ്യുന്ന പോലെ തന്നെ പ്രാദേശിക, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥര്, കലക്ടർമാര്, തഹസിൽദാർ, BPOമാര്, ഇവരൊക്കെ വർക്ക് ചെയ്യണം. അപ്പൊ മമതാ ബാനർജിയുടെ ഭീഷണി ഇതാണ്, എന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ NRCക്ക് വേണ്ടി ഞാൻ വിട്ടുതരില്ല. മനസ്സിലായില്ലേ? അവര് വർക്ക് ചെയ്യില്ല. നിങ്ങൾ അങ്ങനെ NRC നടപ്പാക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കും. ഇതൊരു വലിയ ത്രെട്ടാണ്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടുത്തെ പ്രാദേശിക അധികാരികൾ സഹകരിച്ചില്ല, അങ്ങനെ സഹകരിക്കില്ല എന്നൊരു ഗവൺമെന്റ് നിലപാടെടുത്താൽ കേന്ദ്രത്തിന് അത് നടപ്പാക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ട് വരും. കാരണം അവിടെ നിന്ന് വരുന്നവർക്കൊന്നും ഇവിടെ ആൾക്കാരെ അറിയില്ല. ആരൊക്കെയാണ് പൗരന്മാര്, ആരൊക്കെയാണ് എങ്ങനെ ജീവിക്കുന്നവരെ ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് ത്രെട്ട്? മമതാ ബാനർജിയുടെ ഗവൺമെന്റ് നിലനിൽക്കെ NRC നടപ്പിലാക്കൽ നടക്കില്ല. എന്താണ് പ്രതിവിധി? പ്രതിവിധി ഒന്നേ ഉള്ളൂ, മമതാ ബാനർജിയുടെ ഗവൺമെന്റിനെ അങ്ങോട്ട് താഴെ ഇറക്കുക. എന്നിട്ട് അമിത്ഷായ്ക്ക് NRC നടപ്പിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഗവൺമെന്റിനെ ബംഗാളിൽ അധികാരത്തിൽ എത്തിക്കുക. അത് തന്നെയാണ് പ്ലാൻ. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ED വിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞ നിമിഷം ഐപാക്കിലേക്ക് ED എത്തി. EDക്കെതിരെ കേസുമായിട്ട് പോയ മമതാ ബാനർജിക്ക് കൊട്ടും കിട്ടി. അധികം വികാര പ്രകടനമൊന്നും ഇനി വേണ്ട. നിയമം ലംഘിച്ചുള്ള വികാര പ്രകടനം നിങ്ങളുടെ കുത്തകയായിട്ടൊന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ കോടതി പറഞ്ഞും കഴിഞ്ഞു. SIR നടപ്പിലാകാതിരിക്കില്ല. ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞവർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു, അല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ തൃണമൂലുകാർ ഇത് ബഹിഷ്കരിക്കും തോറും എന്താണ് സംഭവിക്കുന്നത്? ബഹിഷ്കരിക്കും തോറും തൃണമൂലുകാരുടെ വോട്ടവകാശം ഇല്ലാതായിക്കൊണ്ടിരിക്കും. മമതാ ബാനർജിയുടെ വോട്ട് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് അവിടെ നിന്നും ബംഗ്ലാദേശികൾ എല്ലാം പുറത്താക്കി കഴിഞ്ഞു. ഒരു കോളനി തന്നെ ക്ലിയർ ചെയ്തു. അത് SIR മാത്രമല്ല, പുതിയ ഇമിഗ്രേഷൻ നിയമം കൂടി വന്നോടുകൂടി
ബംഗ്ലാദേശികൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാതെയായി. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി വോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പൗരന്മാരായ ബംഗാളികളാണ്, അല്ലെങ്കിൽ ബംഗാളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അവര് ദീദി വേണ്ട, ദീദിയെ കൊണ്ട് മടുത്തു, ദീദിയുടെ ഈ വികാരം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇനി അമിത്ഷായ്ക്ക് ഒരു ചാൻസ് കൊടുക്കാം, BJPയെ ഒന്ന് അധികാരത്തിൽ കൊണ്ടുവരാം, NRC ഇവിടെ വരട്ടെ, ഞങ്ങളെ ദ്രോഹിക്കാൻ പുറത്തു നിന്ന് കയറി വരുന്ന ആൾക്കാർക്ക് നിയന്ത്രണം ഉണ്ടാകട്ടെ, ബംഗാളും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഉയരട്ടെ എന്നൊന്ന് തീരുമാനിച്ചാൽ NRC നടപ്പിലാക്കാൻ എന്റെ സർക്കാരിനെ തരില്ല, സർക്കാർ ഉദ്യോഗസ്ഥരെ തരില്ല എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ സർക്കാർ ഇനി ഇല്ലാതാവും. ഇത് നടക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടൊക്കെ എന്തൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടന്നിട്ടുണ്ട്. പിണറായി വിജയനെ പോലെ യൂട്ടേൺ അടിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ആകെ ഒരു കർഷക നിയമമാണ് പിൻവലിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് അതിന്റെ ഇമ്പാക്ട് എന്താണെന്നും തുടർന്ന് ഇങ്ങോട്ട് കർഷകരുടെ കണ്ണുനീരോടുകൂടി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാ പിൻവലിച്ചത്. കർഷകർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ, അത്രയേ ഉള്ളൂ. പക്ഷെ പൊതുവെയുള്ള അവർ കൊണ്ടുവന്ന ഒരു കാര്യങ്ങളും അവർ പിൻവലിച്ചിട്ടില്ല. ഈവൻ തിരുവനന്തപുരത്ത് പോലും അടുത്ത തവണ നരേന്ദ്രമോദി വരുമ്പോൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ മേയർ വരും എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23-ാം തീയതി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് BJPയുടെ മേയറാണ്, തിരുവനന്തപുരത്തെ VV രാജേഷ്. അപ്പൊ പറഞ്ഞതൊക്കെ നടപ്പിലാക്കി കാണിച്ച BJPക്ക് ബംഗാൾ ഒരു പൂ പറിക്കുന്നത് പോലെ ലാഘവത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദീദി വീഴുമോ, അമിത്ഷാ വാഴുമോ? തുടർന്ന് കാണുക പോളി ന്യൂസ്.